നമസ്കാരം. എ ടു സെഡ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം എങ്ങനെ തടയാം? ആ വിഷയത്തെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നത് എക്സൈസ് ജോയിൻറ്റ് കമ്മീഷണറായ ശ്രീ പ്രദീപാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം. സാർ, കേട്ടുകേൾവില്ലാത്ത രീതിയിലുള്ള ലഹരിയുടെ ഉപയോഗവും അതുപോലെ അതിൻ്റെ രീതിയിലുള്ള പ്രശ്നങ്ങളും അതിൻ്റെ കേസുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് നമ്മുടെ കേരളത്തിലെ നിലവിലെ ഈ ലഹരിയുടെ വേട്ടയുള്ള ഒരു അവസ്ഥ എന്താണ്? ഇപ്പോൾ ഈ എക്സൈസിനെ സംബന്ധിച്ചോളം ക്ലീൻ സ്ലേറ്റ് എന്ന രീതിയിലും പോലീസിനെ സംബന്ധിച്ച ഓപ്പറേഷൻ ഹണ്ട് എന്ന രീതിയിലും മികച്ച എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനമാണ് നടത്തി വരുന്നത്. ആ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ലഹരി വസ്തുക്കൾ പിടികൂടുന്നുണ്ട്, ഒരുപാട് പ്രതികളെ പിടികൂടുന്നുണ്ട്. ഇനി അതിൻ്റെ പ്രോസിക്യൂഷൻ നടപടികൾ ആണ്. ഈ ഒന്നിൽ കൂടുതൽ വലിയ കേസുകളിൽ പെടുന്നവരെ അവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ കുറ്റപത്രം കൊടുത്ത് അവരെ കസ്റ്റഡിയിലിട്ട് തന്നെ ചാർജ് കൊടുത്ത് വിസ്താരം നടത്തുന്നതിനുള്ള നടപടികളും ഇപ്പോൾ നടത്തി വരികയാണ്. നമുക്ക് പണ്ടൊക്കെ ഈ ഒരു മദ്യപിച്ച് കഴിഞ്ഞാൽ ഒരാളെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. നമുക്ക് അയാളുടെ പെരുമാറ്റത്തിലായിരുന്നാലും അല്ലെങ്കിൽ സ്മെല്ല് വഴിയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ സാധാരണ ഒരാൾ, കുട്ടികളായിരുന്നാലും അല്ലെങ്കിൽ സാധാരണപ്പെട്ടൊരു ആൾ ഈ കഞ്ചാവ് അല്ലെങ്കിൽ MDMA പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അല്ല, അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇതെല്ലാം തുടക്കം നമ്മളെ കുടുംബാന്തരീക്ഷത്തിൽ നിന്നും സ്കൂൾ അന്തരീക്ഷത്തിൽ നിന്നുമാണ് ഇതിൻ്റെ തുടക്കങ്ങൾ കണ്ടെത്തേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിലുണ്ടാകുന്ന സ്വഭാവ വ്യത്യാസങ്ങൾ, പെട്ടെന്ന് ദേഷ്യം വരിക, കള്ളം പറയുക, ഉത്സാഹക്കുറവ് കാണിക്കുക, വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ, കുട്ടി സ്ഥിരമായിട്ട് കുട്ടിയുടെ രീതികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവശേഷികളും മറ്റും കാണിക്കുന്നത് ശ്രദ്ധയിൽപ്പെടണം. അത് ആദ്യമേ നമ്മുടെ മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടണം, അത് കഴിഞ്ഞ് അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെടണം. അപ്പോൾ അങ്ങനെ അത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സൈസിൻ്റെ വിമുക്തി കൗൺസിലിംഗ് കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. 14405 അതിൻ്റെ നമ്പർ. അങ്ങനെ ഇപ്പോൾ ഒരുപാട് കേസുകൾ അങ്ങനെ ബന്ധപ്പെടുന്നുണ്ട്, അത് കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. അതിനകത്തൊരു 10% മാത്രമേ ഈ പറയുന്ന തരത്തിലുള്ള ലഹരിയുമായിട്ടുള്ള തുടക്കങ്ങളുണ്ടാവുള്ളൂ. ബാക്കി 90% അതുമായിട്ട് ബന്ധപ്പെട്ടല്ല. പക്ഷേ അത് തുടർന്ന് അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ലഹരിയിലേക്ക് വരാം. കാരണം ഒന്നിൽ പ്രണയനൈരാശ്യം, അല്ലെന്നുണ്ടെങ്കിൽ പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, അങ്ങനെയുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ആയിട്ട് നിൽക്കുന്ന കേസുകളായിരിക്കും 90%. അത് നമ്മൾ തുടക്കത്തിലെ കണ്ട് ചികിത്സിച്ചില്ലെങ്കിൽ പ്രണയനൈരാശ്യത്തിനായാലും ഈ പറയുന്ന പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതിനായാലും പിയർ ഗ്രൂപ്പ്, കൂട്ടുകാർ പഠിച്ചിട്ട് മനസ്സിലാകണമെങ്കിൽ, പ്രണയനൈരാശ്യത്തിന് രക്ഷപ്പെടണമെങ്കിൽ ഇന്നത് ഉപയോഗിച്ചാൽ അതിൽ നിന്ന് റിക്കവറി കിട്ടും, ഇത് കിട്ടുമെന്നും പറഞ്ഞ് അവർ ഈ പറഞ്ഞ സുഹൃത്തുക്കൾ ഇവരെ ഈ പറഞ്ഞ തരത്തിൽ ഇരയാക്കി ഇത് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് വന്നേക്കും. ഈ പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട്, ഇപ്പോഴും പറയുന്നത് മാതാപിതാക്കളും അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നാലും ഇവർ പണ്ടൊക്കെ മാതാപിതാക്കളെ പേടിയുള്ള കുട്ടികളായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കിപ്പോൾ ഒരു മാതാപിതാക്കളോ അല്ലെങ്കിൽ സ്കൂളിലെ ആൾക്കാർക്കോ എന്ത് ചെയ്യാൻ പറ്റും? അതാ കുടുംബത്തിൽ കാരണം ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളും കുട്ടികളും തങ്ങളിലുള്ള ഇഴയടുപ്പം, മാനസികമായിട്ടുള്ള അടുപ്പം പണ്ടത്തെ കണക്ക് ഇല്ല. കാരണം രക്ഷകർത്താക്കളാണെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ 2 പേർക്കും അച്ഛനും അമ്മയ്ക്കും ജോലിയുള്ളതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അപ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കാൻ, അവൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, അവൻ ആരാകണമെന്നുള്ള ആഗ്രഹം, അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ അധ്യാപകരെ സംബന്ധിച്ചോളം, അധ്യാപകർ പഴയ രീതിയിൽ ശിക്ഷിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിനകത്ത് ഒരു വിമുഖത, അത് ചില നിയമങ്ങൾ അവർക്കെതിരായിട്ട് വന്നതിനെന്നുള്ളതാണ്. അത് അധ്യാപകർ കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ ശിക്ഷിക്കുന്ന അവർ നന്നാകാനാണ്, അവർ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യത്തിലോ മറ്റോ വീഴ്ചയിലോ ഒക്കെ പോയപ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനാണ് എന്നുള്ള ചിന്തയിൽ രക്ഷകർത്താക്കളും നിൽക്കുന്നില്ല. അതുകൊണ്ട് അധ്യാപകരുടെ ഭാഗത്ത് അങ്ങനെ ഒരു മാനസിക ബുദ്ധിമുട്ട് അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവന് 3 തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അവന് ശാരീരികമായിട്ടുള്ള ആവശ്യം, മാനസികമായിട്ടുള്ള ആവശ്യം, സാമൂഹികമായിട്ടുള്ള ആവശ്യം. അപ്പോൾ ഈ 3 തരത്തിലാണ് ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ഉള്ള അവൻ്റെ ആവശ്യങ്ങൾ. അതിനകത്ത് ആദ്യം പറഞ്ഞ ആവശ്യത്തിൽ മാത്രമേ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ അവൻ്റെ ശാരീരികമായിട്ടുള്ള ആവശ്യം, അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം,
അങ്ങനെയുള്ള കാര്യം അവന് ആവശ്യപ്പെടുന്നത് എന്താണോ, പുസ്തകമാണോ, പേനയാണോ, മൊബൈലാണോ, ആ വക കാര്യങ്ങൾ മാത്രം ഏർപ്പാടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുന്നത്. അവൻ്റെ മാനസികമായിട്ടുള്ള ആവശ്യമോ അവൻ്റെ സാമൂഹികമായിട്ടുള്ള ആവശ്യമോ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാൻ രക്ഷകർത്താക്കൾ മെനക്കെടുന്നില്ല. അവിടെ ആണ് പ്രശ്നങ്ങളാവുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള ആവശ്യം, അവൻ ആരാകണം, അവൻ എന്താണ് അവൻ്റെ ഇഷ്ടങ്ങൾ. പല രക്ഷകർത്താക്കൾക്കും തങ്ങളുടെ കുട്ടിയുടെ ഇഷ്ടം എന്താണ്, ആരാകണം എന്താണ്, രക്ഷകർത്താക്കൾക്ക് കുട്ടി എന്താകണോ ആ രീതിയിലാണ് നയിക്കുന്നത്. പിന്നെ സാമൂഹികമായിട്ടുള്ള ആവശ്യം, അവൻ ആരുമായിട്ടൊക്കെ ഇടപെടണം, അവൻ എവിടെയൊക്കെയാണ് സഹകരിക്കുന്നത്, ഏതൊക്കെ കൂട്ടായ്മകളിലേക്കാണ് അവന് പോകേണ്ടത്, ഏതൊക്കെ കൂട്ടായ്മകളിലാണ് കുട്ടിക്ക് ആഗ്രഹം എന്നുള്ളത് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുന്നില്ല. ഈ സാമൂഹികമായ ആവശ്യത്തിൽ ഇനി ശ്രദ്ധിക്കാത്തപ്പോൾ കുട്ടി അവനേക്കാൾ പ്രായത്തിൽ മുതിർന്ന 3-4 വയസ്സ് കൂടുതലുള്ള കൂട്ടുകാരുമായിട്ട് സൗഹൃദം കൂടുമ്പോൾ അവിടെ അപകടമുണ്ടാകും. കാരണം 3-4 വയസ്സ് വ്യത്യാസം ഉണ്ടപ്പോൾ ഈ നമ്മുടെ കുട്ടിയും ഈ 3-4 വയസ്സുള്ള കൂടുതലുള്ള കൂട്ടുകാരും തങ്ങളിൽ വൈകാരികമായും മാനസികമായും ശാരീരികമായും അറിവ് അവന് കൂടുതലായിരിക്കും. ആ അറിവ് സ്വായത്തമാക്കാൻ നമ്മുടെ കുട്ടി ശ്രമിക്കുമ്പോൾ അവിടെ അപകടങ്ങളുണ്ടാകുന്നു. വേറൊരു കാര്യങ്ങൾ, നമുക്ക് ഈ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള, അതായത് ഒരു +2 +1 പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അവരുടെ സ്വഭാവം മാറുന്നതായിട്ട്. അപ്പോൾ അതിൽ നിന്ന് തീരെ കുറഞ്ഞ കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? എല്ലാവരെയും ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ, വലിയ ആൾക്കാർക്ക് നമുക്ക് മനസ്സിലാക്കാം അവരുടെ അത് കുട്ടിയുടേത് പറഞ്ഞാൽ നല്ല കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് നടക്കുന്ന ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ 8 വയസ്സുള്ള ഒരു കുട്ടി, അങ്ങനെ ഇന്നലെ വരെ കളിച്ച് രസിച്ച് ഇന്ന് മുതൽ അവൻ അന്തർമുഖനാകുന്നു. അത് ശ്രദ്ധിക്കണം. അല്ല, പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഈ ലഹരി കൊടുക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് കേസുകളോ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട അടൂരിൽ തന്നെ എക്സൈസിൻ്റെ ഇങ്ങനെ കൗൺസിലിങ്ങിന് വിധേയമായപ്പോൾ അത് ഈ പറഞ്ഞ തരത്തിൽ ലഹരി കൊച്ചിലെ കുട്ടിയെ ലഹരി ഉപയോഗിക്കുക, പിന്നെ അത് എക്സൈസിൻ്റെ ആ കൗൺസിലിംഗ് തലത്തിൽ അത് മനസ്സിലായി ആ ഉപയോഗിച്ച ആൾക്കെതിരെ പോസ്കോ കേസ് രജിസ്റ്റർ ചെയ്ത് അയാളെ ഈ അടുത്ത സമയത്ത് ശിക്ഷിക്കുകയും ചെയ്തു. അല്ല, ഈ നമുക്ക് ഇങ്ങനത്തെ ആൾക്കാർ ഈ ചില സ്ഥലങ്ങളുണ്ട്, നമുക്ക് ഏതെങ്കിലും സിറ്റിക്കകത്ത് പോയി കഴിഞ്ഞാൽ പർട്ടിക്കുലറായിട്ട് കുറേ സ്ഥലങ്ങളുണ്ടാവും, അവിടെ ഈ ചെറുപ്പക്കാർ മാത്രം പോയി തമ്പടിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അവിടെ ഈ മുതിർന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ കുടുംബമായിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ വ്യാപകമായിട്ട് ഈ ലഹരിയുടെ ഉപയോഗം നടക്കാറില്ലേ? അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഈ എക്സൈസിൻ്റെ ഭാഗത്തു നിന്ന് എന്താ ഒരു നടപടി എടുക്കാറുള്ളത്? അല്ല, എക്സൈസിൻ്റെ ആയാലും പോലീസിൻ്റെ ആയാലും അങ്ങനെയുള്ള ഹോട്ട്സ്പോട്ടുകൾ സെലക്ട് ചെയ്ത് പരിശോധിച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങൾ എക്സൈസ് ആയാലും പോലീസ് ആയാലും അസ്വാഭാവിക സമയങ്ങളിലും അല്ലാതെയൊക്കെ പരിശോധനകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെ സംബന്ധിച്ചുള്ള ഹോട്ട്സ്പോട്ടുകൾ എക്സൈസിൻ്റെയും പോലീസിൻ്റെ കയ്യിലും ഉണ്ട്, അതിൻ്റെ ലിസ്റ്റുണ്ട്. അതനുസരിച്ച് പരിശോധനകൾ നടത്തി വരികയാണ്. അല്ല, ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ കുട്ടികളിൽ ഇവരെങ്ങനെയാണ് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത്? കാരണം ഇവരെ എങ്ങനെ ആദ്യമായിട്ട് ഒരു നല്ല പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം, ഇവർ ലഹരിയിലേക്ക് ഡീലേഴ്സ് ഉണ്ടാവുമല്ലോ, ഇവരെങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ കുട്ടി നമ്മുടെ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, അവന് പെട്ടെന്നൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് കുട്ടി ഇങ്ങനെ പോകുന്ന വഴിക്ക് അവൻ ഒരാളെ സൈക്കിളിൽ പോയാണ് സൈക്കിൾ ഇടിച്ചു, ആരും കണ്ടില്ല, ഇടികൊണ്ട ആൾ വീണു, ഇവൻ പെട്ടെന്ന് സൈക്കിൾ എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ സംഭവം അവൻ ആരെടുത്ത് പറയും? പണ്ട് കാലങ്ങളിൽ ഇതെല്ലാം ഏറ്റവും എന്ന് പറഞ്ഞാൽ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ അവരുടെ അമ്മൂമ്മ അപ്പൂപ്പ അവരുമായിട്ടായിരിക്കും കുട്ടിക്ക് ഏറ്റവും മാനസിക അടുപ്പം, അവരെടുത്ത് വന്നായിരിക്കും പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ അടുപ്പം ഇല്ലാത്തത് കാരണം അവൻ്റെ അടുത്ത സുഹൃത്തുക്കളെന്ന് കരുതി പറയുന്നവർ, ആ പറയുന്നത് ചിലപ്പോൾ അവനേക്കാൾ 3 വയസ്സ് മൂത്തതായിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അകന്ന ബന്ധുവായിരിക്കാം. അവിടെ ഈ പറഞ്ഞ തരത്തിൽ അവന് ശരിയായ ഒരു ഗൈഡ് ലൈൻ കൊടുക്കാതെ ഈ കുട്ടിയെ അവിടെ വെച്ച് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ ബ്ലാക്ക് മെയിലിങ് സംഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ വളർന്നു വരുന്ന കുട്ടിക്ക് പെട്ടെന്നൊരു അസ്വസ്ഥത എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ ആദ്യം ആരെ അപ്രോച്ച് ചെയ്യണം? രക്ഷകർത്താക്കളെ തന്നെ അപ്രോച്ച് ചെയ്യണം. ആ രീതി മാനസിക നിലയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങളുണ്ടാകും. ഇപ്പോൾ നമുക്ക് മാതാപിതാക്കൾക്ക് മനസ്സിലായി നമ്മുടെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതായത് ഇപ്പോൾ ലഹരിയുടെ വിമുക്തി എന്ന് പറഞ്ഞ പരിപാടികളിലൊക്കെ നമുക്ക് കൗൺസിലിംഗ് പോലെ കൊടുക്കാൻ പറ്റും. വെറും കൗൺസിലിംഗ് കൊണ്ട് മാത്രം ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതെന്നാണോ? ഇല്ല, ഈ ലഹരി ഉപയോഗിക്കുന്നവരെ സർക്കാർ രോഗികളായിട്ടാണ് കാണുന്നത്. അപ്പോൾ രോഗികൾക്ക് ചികിത്സയും കൗൺസിലിങ്ങുമാണ് വേണം, അത് ചെയ്യുന്നു. പക്ഷേ ആ രോഗം
പൂർണ്ണമായിട്ടും മാറണമെങ്കിൽ രോഗി കൂടി തീരുമാനിക്കണം, അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കൾ കൂടി തീരുമാനിക്കണം. അപ്പോൾ ഈ പറയുന്ന തരത്തിൽ കൗൺസിലിങ്ങും ചികിത്സയും കഴിഞ്ഞവർക്ക് റീഹാബിലിറ്റേഷൻ അത് അവരുടെ സ്വന്തം കുടുംബത്ത് സ്വന്തം വീട്ടിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇത് കഴിഞ്ഞ കുട്ടിയെ ശ്രദ്ധിക്കണം. ഇത് കഴിഞ്ഞ് അവൻ അന്തർമുഖനാണോ, അവൻ പഴയ രീതിയിലേക്ക് ചിരിയിലും കളിയിലേക്കും വന്നിട്ടുണ്ടോ, അവൻ ആരുമായിട്ടൊക്കെ സഹകരിക്കുന്നു. ഇന്നത്തെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചുള്ള പണ്ട് വിദ്യാർത്ഥിക്കുള്ള പഠനോപകരണങ്ങൾ പുസ്തകവും പേനയും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വിദ്യാർത്ഥികളുടെ പഠനോപകരണത്തിൽ മൊബൈലും ഒരു പഠനോപകരണമാണ്. അപ്പോൾ ആ മൊബൈൽ അവൻ്റെ പഠിക്കുന്ന കാര്യങ്ങൾക്കുള്ളതായിട്ടുള്ള ആപ്പുകളിൽ മാത്രമാണോ നമ്മുടെ കുട്ടിയുടെ കൈവിരലുകൾ ഓടുന്നത് എന്നുള്ളത് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം. മാത്രമല്ല, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുട്ടി ഉറങ്ങാൻ പോകുമ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ പഠിക്കുന്ന പുസ്തകവും പേനയും മടക്കി വെച്ചിട്ടാണ് ഉറങ്ങാൻ പോകുന്നത്. അതേ കണക്ക് മൊബൈൽ കുട്ടിയെ സംബന്ധിച്ചോളം പഠനോപകരണമാണ്. അവൻ ഉറങ്ങാൻ പോകുമ്പോൾ പുസ്തകവും പേനയും മടക്കി വയ്ക്കുന്ന കൂട്ടത്തിൽ ഈ മൊബൈലും അവിടെ വെച്ചിട്ട് വേണം അവൻ ഉറങ്ങാൻ പോകാൻ. പല വീടുകളിലും അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന തരത്തിൽ മൊബൈലിൽ ഈ പഠന ആവശ്യങ്ങളല്ലാത്ത ആപ്പുകളിലേക്ക് കൈ ഓടാനുള്ള സാഹചര്യം, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രേരിപ്പിക്കാനുള്ള സൗഹൃദ കൂട്ടായ്മയും ഉണ്ടാകാതെ നോക്കണം. നമുക്ക് സാധാരണ കേൾക്കുന്നത് ഈ ലഹരി ഉപയോഗം തുടങ്ങിക്കഴിഞ്ഞാൽ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ ആഹാരം കഴിക്കത്തില്ല. അതല്ലാണ്ട് ഇവരെ നമുക്ക് എങ്ങനെയാണ് കുട്ടികളെ ബാധിക്കുക? അവരുടെ ഫ്യൂച്ചറിനെ ആയിരുന്നാലും അവരുടെ ശാരീരിക ഇതിലായിരുന്നാലും എങ്ങനെ ബാധിക്കുക? സാധാരണ ഈ ലഹരി എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് ഈ തലച്ചോറിനെയാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചുള്ള തലച്ചോറ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൗമാരപ്രായത്തിലെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തലച്ചോറിനെ ഏൽപ്പിക്കുന്ന ക്ഷതം വളരെ വലുതാണ്. അപ്പോൾ അത് കൂടെ ഇത് ഉപയോഗിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായി ഭാവിയും ആരോഗ്യം അവതാളത്തിലാകുന്ന രീതിയിലേക്ക് കുട്ടി പോകും. പിന്നെ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള എഡ്യൂക്കേറ്റഡായിട്ടുള്ളവരെ സംബന്ധിച്ചുള്ള ഈ ലഹരി ഉപയോഗത്തിനാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ ചെറിയ ശിക്ഷയാണ് കിട്ടുന്നത്. പക്ഷേ ആ ചെറിയ ശിക്ഷ പോലും കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഭാവി അപകടത്തിലാവുന്നതിന് കാരണം ഈ പറയുന്ന ഫൈൻ കിട്ടുന്ന ശിക്ഷ കിട്ടിയാൽ പോലും അവർ പഠിച്ച വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ഒരു ജോലിക്ക് സർക്കാരിലോ അർദ്ധ സർക്കാരിലോ വിദേശത്തോ ഒരു ജോലി കിട്ടുന്നതിന് തടസ്സമാവും. അപ്പോൾ ഈ NDPS നിയമത്തിൽ തന്നെ ഒരു പ്രൊവിഷനുണ്ട് ഈ ഉപയോഗിക്കുന്നതിന് പിടിച്ചത്. കാരണം നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഉപയോഗിക്കുന്നവരെ രോഗികളായിട്ട് കാണുന്ന കൺസെപ്റ്റാണെന്ന്. അപ്പോൾ അതിനകത്ത് സർക്കാരിൻ്റെ DADS സെൻ്ററുകളിലോ അംഗീകൃത DADS സെൻ്ററുകളിലോ ചികിത്സിച്ച് ഭേദമായി എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഡോക്ടറിൽ നിന്ന് ഹാജരാക്കിയാൽ അതിൻ്റെ ആ ഉപയോഗിക്കുന്നതിനെടുത്ത കേസിൻ്റെ പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കും. അവരുടെ പേരിലുള്ള കേസ് ഇല്ലാതാവും. അങ്ങനെയാണ് അവരെ സഹായിക്കാൻ പറ്റുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ടാണ് ഈ ഒരു ലഹരിയുടെ കേസുകൾ ഇത്രയും അധികം വർദ്ധിച്ചു വരുന്നത്. അതെന്തുകൊണ്ടായിരിക്കും പെട്ടെന്നൊരു ബൂം ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഘടകങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ എൻഫോഴ്സ്മെൻറ്റ് ഇത് ശക്തമായതാണ് പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോലീസ് വാഹന പരിശോധന നടത്തുന്നു. മദ്യപിക്കുന്നതിന് ഫൈനും മറ്റു കാര്യങ്ങളും ഉണ്ട്. ആ കേസ് അതിനകത്തുള്ള നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കി. എന്ന് പറഞ്ഞാൽ പണ്ട് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പെറ്റിയടിച്ച് തീരുന്നതാണ്. ഇപ്പോൾ അത് കൂടി അപകടങ്ങളും മറ്റൊക്കെ കൂടിയ കാരണം പോലീസ് ആ കേസുകൾ കോടതിയിലേക്ക് റെഫർ ചെയ്യുകയും പിന്നീട് കോടതിയിൽ പോയി വാഹനം വിട്ടുകിട്ടുന്നതിന് മറ്റു നടപടികളിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് മദ്യപിച്ചവരെ പോലീസിന് കണ്ടെത്താൻ എളുപ്പമാണ്. എന്നാൽ ഈ പറയുന്ന മുന്തിയനം മയക്കുമരുന്നുകൾ അത് കൊണ്ടുവരുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും എളുപ്പമാണ്. അത് ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ ഒറ്റ നോട്ടത്തിലോ മറ്റോ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള ചില അനുകൂല സാഹചര്യങ്ങളാണ് ഈ കാലങ്ങളിൽ ഈ പറയുന്ന തരത്തിലുള്ള മയക്കുമരുന്ന് പോലുള്ള ലഹരിയിലേക്ക് ഒരുപാട് പേര് പോകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ഈ സർക്കാരും എക്സൈസും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് പരിപാടികൾ ഒരുപാട് രീതിയിൽ നടക്കുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്നവർക്ക് തന്നെ അറിയാം ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇത് ഉണ്ടാകുന്ന ഭാവി കേസുകളും കാര്യങ്ങളൊക്കെ. എന്നിട്ടും ഇത്രയും അവയർനെസ് കൊടുത്തിട്ടും എന്തുകൊണ്ടായിരിക്കും ഇത് കുറയാതെ ഇത്രയും വീണ്ടും കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മയക്കുമരുന്ന് നൽകുന്ന ലഹരിയുടെ ഒരു മാസ്മരികതയാണ്. കാരണം അത് ഇന്നിപ്പോൾ രാസലഹരി ഇനത്തിൽപ്പെട്ടത് ഇപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാളെ ഇതേ സമയമാകുമ്പോൾ ഉപയോഗിക്കണമെന്ന് തോന്നും. അത് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ മറ്റു തരത്തിലുള്ള അസ്വസ്ഥതകളും മറ്റതും ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന രാസലഹരി എന്ന് പറയുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ പ്രശ്നമാണ്. തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. അതാണ് പ്രശ്നം. ഇതിപ്പോൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്, കുട്ടികളിൽ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. ഇതിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ കൂടുതൽ യൂസ് ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലും കണക്കുകളും കാര്യങ്ങളും ഉണ്ടോ?
അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൺകുട്ടിയാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, ഇതിനകത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഇത് യൂസ് ചെയ്യുന്നതിൽ പെടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പലപ്പോഴും ആൺകുട്ടികളെയാണ് നമ്മൾ കൂടുതൽ, ആണുങ്ങളെയാണ് കൂടുതൽ നമുക്ക് പരിശോധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് കൂടുതൽ ആൺകുട്ടികൾ വരുന്നത്. അപ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്ത കേസുകളിലാണ് പെണ്ണുങ്ങളെ കിട്ടുന്നത്. പെണ്ണുങ്ങളെ കൃത്യമായിട്ട് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ പരിശോധിക്കാറുള്ളൂ. അല്ലാതെ ഒരു റൊട്ടീൻ പരിശോധന പെൺകുട്ടികളുടെ കേസിനകത്ത് പലപ്പോഴും ചെയ്യാറില്ല. ഇനി അടുത്ത് നമുക്ക് അഥവാ ഒരാളുടെ കയ്യിൽ നിന്ന് മയക്കുമരുന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ലഹരി വസ്തുക്കൾ എന്തെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും എക്സൈസിൻ്റെ അടുത്ത നിയമ നടപടി എന്തായിരിക്കും? അത് ഈ മയക്കുമരുന്നിൻ്റെ കേസുകളുടെ ശിക്ഷ എന്ന് പറയുന്നത് അളവിനനുസരിച്ചാണ്. അത് മൈനർ ക്വാണ്ടിറ്റി, മീഡിയം ക്വാണ്ടിറ്റി, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാണ്. അപ്പോൾ അത് അളവാണ്. അപ്പോൾ അളവ് ഞാനിവിടെ കൃത്യമായിട്ടത് പറയുന്നില്ല. അപ്പോൾ മൈനർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാണ്, അല്ലെങ്കിൽ 6 മാസം വരെ തടവോ അല്ലെങ്കിൽ 10,000-20,000 രൂപ ഫൈൻ കിട്ടുന്ന തരത്തിലാണ്. പിന്നെ മീഡിയം ക്വാണ്ടിറ്റി എന്ന് പറയാറ് അത് 5 മുതൽ 10 കൊല്ലം വരെ ശിക്ഷയും 1 മുതൽ 2 ലക്ഷം വരെ ഫൈനും കിട്ടുന്നതാണ്. അത് കഴിഞ്ഞ് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി വലിയ അളവിലുള്ള അത് 20 കൊല്ലം തൊട്ടുള്ള ശിക്ഷ കിട്ടും. മാത്രമല്ല കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസിൽ ശിക്ഷിച്ച് കഴിഞ്ഞ ആൾ വീണ്ടും അതേ സ്വഭാവത്തിലുള്ള ഒരു കേസിൽപ്പെട്ട് ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ വധശിക്ഷ വരെ കിട്ടാം. മാത്രമല്ല ഈ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസിൽ ഇപ്പോൾ ഒരാൾ അത് പെട്ട് കഴിഞ്ഞാൽ തൊട്ട് മുമ്പത്തുള്ള 6 വർഷം അയാൾ സമാഹരിച്ച സ്ഥാവര ജംഗമ വസ്തുക്കൾ വരെ സർക്കാരിന് കണ്ടുകെട്ടാം. അങ്ങനെ ഈ നിയമം പറയുന്നുണ്ട്. അത് നമ്മളിപ്പോൾ സാധാരണ ലഹരി കയ്യിൽ വച്ചിരിക്കുന്ന അല്ലാണ്ട് ലഹരി ഉപയോഗിച്ച് ഒരാളെ പിടിച്ചു കഴിഞ്ഞാലും എന്തൊക്കെയായിരിക്കും കേസുകൾ വരുന്നത്? നമ്മൾ പരിശോധിച്ചപ്പോഴത്തേക്കും കയ്യിലില്ല, പക്ഷേ നമുക്ക് അയാൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പം അത്തരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും കേസുകൾ വരുന്നത്? ഉപയോഗിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. നമുക്ക് അവരുടെ രക്തപരിശോധന മറ്റു കാര്യങ്ങളുണ്ട്. അത് ഈ പറഞ്ഞ കണക്ക് ചെറിയ ഫൈൻ കിട്ടുന്ന ഇതിലേക്ക് ആണ് അതിൻ്റെ പോകുന്നത്. ഫൈന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ലീഗൽ അല്ലെങ്കിൽ ജയിലിടുക അങ്ങനത്തെ ഇല്ല. ജാമ്യം കിട്ടുക പറഞ്ഞല്ലോ, ഈ മയക്കുമരുന്ന് കേസുകൾ അളവിനനുസരിച്ചാണ് മൈനർ, മീഡിയം, കൊമേഴ്ഷ്യലുണ്ട്. മൈനർ കേസുകൾക്ക് ജാമ്യം കിട്ടും. അതുപോലെ തന്നെ ഈ 18 വയസ്സിന് താഴെയുള്ളവർ സാധാരണ ക്രൈം എന്തെങ്കിലും വരുമ്പോഴത്തേക്കും ജുവനൈൽ കോടതിയിലും അങ്ങനെയാണ് അവർ കേസുകളും കാര്യങ്ങളും പോകുന്നത്. ഇതൊരു 18 വയസ്സിന് താഴെയുള്ളവർ കുട്ടിയെ നമുക്ക് ലഹരിയുമായിട്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരും ഇതേ ഫോർമാലിറ്റിയോടുകൂടി പോകേണ്ടതാണോ? അതെ, ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അത് 18 വയസ്സ് താഴെയുള്ള, ഇപ്പോൾ എക്സൈസിനെ സംബന്ധിച്ചോളം 18 വയസ്സ് താഴെയുള്ള ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അട്രാക്ട് ചെയ്തുള്ള കേസുകൾ എടുക്കാനുള്ള നിയമപരമായ അധികാരമില്ല. അങ്ങനെയാണെങ്കിൽ അത് അധികാരമുള്ള പോലീസിൽ കൈമാറുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കേസുകൾ. നമ്മളിപ്പോൾ നമ്മുടെ കുടുംബത്തിനകത്തോ അല്ലെങ്കിൽ പരിസരത്തോ അയൽവാസികളോ ലഹരി ഉപയോഗിച്ച് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടാവാം. പക്ഷേ പേടിച്ചിട്ട് അവർ പുറത്ത് പറയാത്ത അവസ്ഥകളും നമ്മൾ അഥവാ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേരിൽ മർദ്ദനവും ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മൾ ലഹരി ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ ലഹരി ഡീൽ ചെയ്യുകയാണെന്ന് ഒരു സാധാരണ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ എക്സൈസിനെ കോൺടാക്ട് ചെയ്യുക? എന്താണ് അത്? എക്സൈസിൻ്റെ കൺട്രോൾ നമ്പറുണ്ട് 94 471 78 000 എന്നാണ്. അപ്പോൾ ആ നമ്പറിലേക്ക് വാട്സപ്പ് വഴിയോ ഏതെങ്കിലും തരത്തിലുള്ള മെസ്സേജ് വഴിയോ വിളിച്ചോ പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു പറയുന്ന ആളിൻ്റെ വിവരങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നതായിരിക്കും. ആ പരാതിയുടെ തുടർ നടപടി ഉണ്ടാകുന്നതുമായിരിക്കും. നമ്മൾ ഇപ്പോൾ ലഹരി ഉപയോഗിച്ച ഒരാൾ, ഇപ്പോൾ സാറിന് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ് ലഹരി ഉപയോഗിച്ച ഒരാൾ വീട്ടിൽ വയലൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്, ഇപ്പം അത്തരത്തിലുള്ള കേസ് കൈകാര്യം ചെയ്യുമ്പോഴത്തേക്കും ഇവരെങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക ഇത്രയും വയലൻ്റ് ആയിരിക്കുന്ന ആൾക്കാരെയൊക്കെ? അല്ല, വയലൻ്റ് ആയിരിക്കുന്നവരെ ഫോഴ്സ് ഉപയോഗിച്ച് അവർ അതിൻ്റെ രക്ഷകർത്താക്കളോ അല്ല ബന്ധപ്പെട്ടവരോ നമ്മളടുത്ത് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മളത് ഫോഴ്സ് ഉപയോഗിച്ച് DHS സെൻറ്ററിൽ ഹാജരാക്കിയാണ് ചെയ്യുന്നത്. ഈ സർക്കാരിൻ്റെ കേരളത്തിലെ എക്സൈസിൻ്റെ വിമുക്തി മിഷൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലയിലും ഓരോ DHS സെൻറ്ററുകൾ താലൂക്ക് ആശുപത്രികളുമായിട്ട് ചേർത്ത് നടത്തിയിട്ടുണ്ട്. അവിടെ മരുന്നും ചികിത്സയും സൗജന്യമാണ്. ഒറ്റ വ്യവസ്ഥ മാത്രമേ ഉള്ളൂ, ബൈസ്റ്റാൻഡർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ സ്വയം സന്നദ്ധനായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾക്ക് എക്സൈസ് വകുപ്പ് സഹായം ചെയ്തു കൊടുക്കുന്നതാണ്. അല്ല, അവരോട് പെരുമാറേണ്ട രീതിയിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരാൾ വയലൻ്റ് ആയിരിക്കുന്നുണ്ട്, അപ്പോൾ അവരോട് നമുക്ക് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവരെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങൾ അത് ബലം പ്രയോഗിക്കൽ തന്നെയാണ്. അല്ലാണ്ട് വേറെ അല്ല, ബലം പ്രയോഗിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഹോസ്പിറ്റലിൽ അവർക്ക് സെഡേഷൻ മരുന്നോ മറ്റോ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ, അവിടെ സെല്ലുണ്ട്. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും സർക്കാരും ഇപ്പോൾ ഈ ലഹരി ഇതിനെ എങ്ങനെ തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടൈപ്പ് പ്രോഗ്രാംസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
പ്രധാനമായിട്ടും ഈ പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ സ്ലേറ്റ് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. സ്ലേറ്റ് എന്നും പറഞ്ഞുള്ള എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതിനകത്ത് ധാരാളം എന്ന് പറഞ്ഞാൽ നേരത്തെ എക്സൈസിന് ഈ സൈബർ വിവരങ്ങൾ നേരിട്ട് കിട്ടാനുള്ള സൗകര്യം ഇല്ല, നിയമപരമായ അധികാരമില്ല. അപ്പോൾ പോലീസിനാണെങ്കിൽ നിയമപരമുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം എക്സൈസും പോലീസുമായിട്ടുള്ള ജോലി, കാരണം ഈ പറയുന്ന സൈബർ വിവരങ്ങൾക്ക് പോലീസിൻ്റെ അടുത്ത് അപേക്ഷിക്കുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് സൈബർ വിവരങ്ങൾ ശേഖരിച്ച് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് നല്ല കേസുകൾ ഇപ്പോൾ എക്സൈസിന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരിക്കൽ ലഹരി ഉപയോഗിച്ച് അഡിക്റ്റ് ആയ ഒരാളെ നമുക്ക് പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ മാറിയ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് പറഞ്ഞല്ലോ, അവരോട് വിചാരിക്കണം. ഈ പറയുന്ന ലഹരി വ്യാപനം ഇവിടെ ഇരിക്കുന്നത് ഇവിടുത്തെ നമ്മുടെ സംസ്ഥാനത്തെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ മാത്രം വിചാരിച്ചാൽ നടക്കത്തില്ല. പൊതുസമൂഹവും കൂടി പൂർണ്ണ മനസ്സോടെ അതിനോട് സഹകരിച്ചാൽ മാത്രമേ ഈ പറയുന്ന ലഹരി എന്ന് പറയുന്ന വിപത്തിനെ നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ കഴിയും. നമുക്ക് ഈ നോർമലി കുട്ടികൾക്കും മാതാപിതാക്കൾക്കും നമുക്ക് ഇത് ഒരു അഡ്വൈസ് പോലെ നമുക്ക് സാറിന് എന്തായിരിക്കും പറയാൻ പറ്റുക? ഈ ഇങ്ങനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ പാരൻസിനും ടീച്ചേഴ്സിനും എല്ലാം കൂടെ ചേർത്തിട്ട് അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കുട്ടി വളർന്നു വരുമ്പോൾ അവൻ്റെ ഒരു വിദ്യാർത്ഥി ആയിരിക്കുന്ന കുട്ടിക്ക് വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങൾ മാത്രം ഏർപ്പാടാക്കി കൊടുക്കുക രക്ഷകർത്താക്കൾ ശ്രമിക്കുക. അല്ലാത്തുള്ള കാര്യങ്ങൾക്ക് കുട്ടികൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവനോട് അത് പറ്റില്ല, നോ എന്ന് പറയാൻ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക. അപ്പോൾ കുട്ടികൾ പല കാര്യങ്ങളും നോ എന്ന് പറയുന്ന വാക്ക് കേട്ട് വേണം വളരാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന നമ്മുടെ കുട്ടികളുടെ അടുത്ത് ആരെങ്കിലും ഈ പറയുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കളോ മറ്റോ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂട്ടായ്മയിൽ കൂട്ടുകൂടാൻ പറയുമ്പോൾ നമ്മുടെ കുട്ടിക്കും അവരോട് നോ എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവുകയുള്ളൂ. ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഈ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടാറില്ലേ, ഈ മുട്ടായിലൊക്കെ കൊടുക്കുന്ന അങ്ങനത്തെ കേസുകൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ലഹരി കേസുകളിൽ പിടിക്കുന്നതിനകത്ത് ചെറിയൊരു ശതമാനം ആദ്യമായിട്ട് അവരെ അറിയാതെ ലഹരി ഉപയോഗിച്ചവരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സൗഹൃദ കൂട്ടായ്മയിൽ കൂട്ടുകാരുമായിട്ട് ഒത്തുപോകുമ്പോൾ അവിടെ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നോ പാനീയത്തിൽ നിന്നോ അവരറിയാതെ ഈ പറയുന്ന ലഹരി അവരുടെ ഉള്ളിൽ പോകുന്നു. ഇങ്ങനെ പലവട്ടം ആകുമ്പോൾ ഇവരുടെ സുഹൃത്തുക്കൾ ഈ ലഹരി ഉള്ളിൽ പോകുമ്പോൾ അവർ കാണിക്കുന്ന ചേഷ്ടകളും മറ്റതിൻ്റെ വീഡിയോകളും മറ്റോ എടുത്ത് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തോ അവരെ കൂടുതൽ വീണ്ടും ഉപയോഗിക്കാനും അവരെ കാരിയർമാരായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളായാലും അവർക്ക് പരിചയമില്ലാത്ത ആൾക്കാരിൽ നിന്നോ അവർക്ക് നാളിതുവരെ കണ്ടിട്ടില്ലാത്തതോ പരിചയമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങി ഭക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം രക്ഷകർത്താക്കളും അധ്യാപകരും ഓരോ കുട്ടികൾക്കും നൽകേണ്ടതാണ്. ആ കുട്ടികൾ അത് ആ രീതിയിൽ പ്രവർത്തന മണ്ഡലത്തിൽ കൊണ്ടുവരേണ്ടതുമാണ്. വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം എങ്ങനെ തടയാം എന്ന വിഷയത്തെപ്പറ്റിയാണ് നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തത്. ഈ വിഷയം എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വിഷയമായി കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.